എല്ലാവർക്കും നമസ്കാരം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൽ ഡ്യുവാലിറ്റി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. ഈ വീഡിയോയിൽ ഒരു പ്രൈമൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡ്യുവലിലേക്ക് മാറ്റാം, അതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, ഇഫ് ദി പ്രൈമൽ ഈസ് മാക്സിമൈസേഷൻ, ദ ഡ്യുവൽ ഈസ് മിനിമൈസേഷൻ ആൻഡ് വൈസ് വേഴ്സ. അതായത് ഒറിജിനൽ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവൽ പ്രോബ്ലം മിനിമൈസേഷൻ ആയിരിക്കും. ഇനി തിരിച്ച് പ്രൈമൽ മിനിമൈസേഷൻ ആണെങ്കിൽ അതിന്റെ ഡ്യുവൽ മാക്സിമൈസേഷൻ ആയിരിക്കും. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ ഓൾ പ്രോബ്ലംസ് ഓഫ് മാക്സിമൈസേഷൻ, ഓൾ ഇൻഇക്വാളിറ്റീസ് ഓഫ് കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ആൻഡ് ഓൾ മിനിമൈസേഷൻ പ്രോബ്ലംസ്, ഓൾ ഇൻഇക്വാളിറ്റീസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതായത് തന്നിരിക്കുന്ന പ്രൈമൽ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണെങ്കിൽ ആ പ്രോബ്ലത്തിലെ കൺസ്ട്രെയിൻസ് എല്ലാം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിരിക്കണം. നമുക്കറിയാം, ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിലും കൺസ്ട്രെയിൻസ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാം, മറ്റു ചിലപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാം, ചിലപ്പോൾ രണ്ട് ടൈപ്പ് കൺസ്ട്രെയിൻസും മിക്സ് ചെയ്ത് തരാം. എങ്ങനെയൊക്കെ തന്നാലും പ്രോബ്ലം മാക്സിമൈസേഷൻ ആണെങ്കിൽ കൺസ്ട്രെയിൻസ് എല്ലാം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിലോ നമ്മൾ ആ കൺസ്ട്രെയിൻസിനെ ഒക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടുയിലേക്ക് മാറ്റി എഴുതണം. ഇതേപോലെ തന്നെയാണ് മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ എല്ലാ ഇനീക്വാളിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അതായത് പ്രൈമൽ പ്രോബ്ലം മിനിമൈസേഷൻ ആണെങ്കിൽ എല്ലാ കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിരിക്കണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കി മാറ്റണം. ആദ്യം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പ്രൈമലിനെ കൺവേർട്ട് ചെയ്ത് ഡ്യുവൽ ആക്കി മാറ്റാൻ. ഇനി പറഞ്ഞിരിക്കുന്ന പോലെ അല്ല കൺസ്ട്രെയിൻസ് എങ്കിൽ എങ്ങനെ അവയെ മാറ്റാം? ഇഫ് എനി വൺ ഓഫ് ദി ഇനീക്വാളിറ്റീസ് ഡസ് നോട്ട് പൊസസ് ദ റിക്വയർഡ് സൈൻ, ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് വിത്ത് -1. മനസ്സിലായോ? അതായത് ഇപ്പോൾ പ്രൈമൽ മാക്സിമൈസേഷൻ ആണെന്ന് കരുതുക. നമുക്കറിയാം കൺസ്ട്രെയിൻസ് എല്ലാം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിരിക്കണം. ഇനി ഏതെങ്കിലും കൺസ്ട്രെയിന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണെങ്കിൽ ആ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കാൻ ആ കൺസ്ട്രെയിന്റിന്റെ രണ്ട് സൈഡിലും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചില എക്സാമ്പിൾസ് നോക്കാം. 2x1 - 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റ് ആണല്ലോ. ഇവിടുത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനെ എങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കാം? ഒരു -1 വെച്ച് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കൺസ്ട്രെയിന്റ് -2x1 + 3x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5 എന്നാകുന്നു. ഇനി ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റ് ആണ് കിട്ടുന്നതെങ്കിലോ അവിടെയും ഇത് തന്നെ ചെയ്യണം. അതായത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 - x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാകുന്നു. ഇനി ക്വസ്റ്റ്യൻസിൽ ഈക്വൽ ടു ടൈപ്പ് കൺസ്ട്രെയിന്റ് ആണ് വരുന്നതെങ്കിലോ ആദ്യം തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഈക്വൽ ടു ടൈപ്പിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നും രണ്ടാക്കി എഴുതണം. എന്നിട്ട് ഏത് ടൈപ്പിലേക്കാണോ മാറ്റേണ്ടതെന്ന് നോക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ ഈക്വൽ ടു ടൈപ്പ് കൺസ്ട്രെയിന്റ് പ്രൈമലിൽ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ രണ്ട് കൺസ്ട്രെയിന്റ് ആക്കി മാറ്റിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മാത്രം. ഇങ്ങനെ കൺസ്ട്രെയിൻസ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഇനി പ്രൈമൽ ടു ഡ്യുവൽ കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെപ്പ് 2ൽ ചെയ്യേണ്ടത് കോൺസ്റ്റന്റ്സ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി കൺസ്ട്രെയിൻസ് ഓഫ് primal become the coefficients in the objective function of the dual and vice versa. ശ്രദ്ധിച്ചു കേൾക്കണം. പ്രൈമലിന്റെ കൺസ്ട്രെയിൻസിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള, അതായത് കൺസ്ട്രെയിൻസിന്റെ ഇനീക്വാളിറ്റി കഴിഞ്ഞിട്ട് എഴുതാറുള്ള വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂസ് ഡ്യുവൽ എഴുതുമ്പോൾ ഡ്യുവലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസിന്റെ റൈറ്റ് സൈഡിൽ ഏത് വാല്യൂസ് എഴുതണം? അത് പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ, അതാണ് ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസ്റ്റന്റ്സ് ആയിട്ട് ചേർക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇനി സ്റ്റെപ്പ് 3, ദ ട്രാൻസ്പോസ് ഓഫ് ദി കോഎഫിഷ്യൻസ് ഇൻ ദി കൺസ്ട്രെയിൻസ് ഓഫ് പ്രൈമൽ ഫോം ദി കോഎഫിഷ്യൻസ് ഫോർ ഡ്യുവൽ. അതായത് പ്രൈമലിലെ കൺസ്ട്രെയിൻസിലുള്ള വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് എടുത്തിട്ട് ട്രാൻസ്പോസ് എടുക്കണം. എന്നിട്ട് ആ വാല്യൂസ് ആണ് ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസിലെ വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്.
Step 4, the inequalities in the constraints are reversed. അതായത് ഇപ്പോൾ ഒരു പ്രൈമൽ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണെങ്കിൽ കൺസ്ട്രെയിൻസ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അല്ലാത്ത കൺസ്ട്രെയിൻസിനെ -1 കൊണ്ട് ബോത്ത് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആക്കി മാറ്റുന്നു. അങ്ങനെ മാക്സിമൈസേഷൻ പ്രൈമൽ പ്രോബ്ലത്തിലെ എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആക്കി മാറ്റിയതിനു ശേഷം ഇനി ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസ് എഴുതുമ്പോൾ എല്ലാ കൺസ്ട്രെയിൻസിന്റെയും സൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി എഴുതണം. അതിനവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റി അതിന്റെ പ്ലേസിൽ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇട്ടാൽ മതി. ഇനി തേർഡ് സ്റ്റെപ്പിൽ ഒരു ട്രാൻസ്പോസ് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. എന്താണ് ട്രാൻസ്പോസ്? മാത്തമാറ്റിക്സിൽ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വേറൊന്നുമല്ല, വാല്യൂസിനെ റോസിലും കോളത്തിലുമായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുന്ന ഒരു രീതിയാണ് മെട്രിസസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു എക്സാമ്പിളിൽ നമ്പേഴ്സിനെ 2 റോയും 2 കോളവും ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് എഴുതേണ്ടത്? അതായത് റോയിലുള്ള വാല്യൂസ് കോളമായി എഴുതുക, അല്ലെങ്കിൽ കോളത്തിലുള്ള വാല്യൂസിനെ റോ ആയിട്ട് മാറ്റി എഴുതുക. നമുക്ക് നോക്കാം ഇവിടെ ട്രാൻസ്പോസ് എങ്ങനെയാണ് വരുന്നതെന്ന്. ഫസ്റ്റ് റോ 1 2 എന്നാണല്ലോ. ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഈ 1 2 ഫസ്റ്റ് കോളമായി താഴേക്ക് എഴുതുക, 1 2. സെക്കൻഡ് റോ 3 -2 ആണല്ലോ. അത് ട്രാൻസ്പോസ് മെട്രിക്സിൽ സെക്കൻഡ് കോളമായി എഴുതുക. ഇങ്ങനെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. വേറൊരു മെട്രിക്സ് നോക്കാം. 2 റോയും 3 കോളം ഉള്ള ഒരു മെട്രിക്സ് ആണിത്. ഫസ്റ്റ് റോ 2 5 1 അത് ഫസ്റ്റ് കോളമാക്കി എഴുതുക. ആൻഡ് സെക്കൻഡ് റോ 4 1 0 സെക്കൻഡ് കോളം ആക്കി എഴുതുക. ഇനി 3 കോളവും 3 റോയും ഉള്ള ഒരു മെട്രിക്സ് നോക്കാം. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് ഡ്യുവൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഒരു പ്രൈമൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഡ്യുവൽ ആക്കി മാറ്റുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്